അപ്പോൾ എനിക്ക് ശനിയാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാട്ടോ. നല്ല മഴയായിരുന്നു, ചെറിയ രീതിയിലൊരു വെള്ളപ്പൊക്കം കയറി വന്നു. ഞാൻ ഉണ്ടാക്കിയ പിണ്ടിച്ചങ്ങടാണ് ആ കിടക്കുന്നത്. നമ്മളെന്തായാലും ആഘോഷിച്ചു, പക്ഷെ നമുക്കന്ന് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കാണുന്ന പോളെന്ന് അറിഞ്ഞത് മുഴുവൻ കണ്ടോ കേട്ടോ. നമ്മുടെ മീനിൻ്റെ സോഴ്സൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്ത് വെച്ചിരുന്നു, എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം അന്ന് രാവിലെ നല്ല ചാള കിട്ടിയായിരുന്നു, മത്തി. അതിൻ്റെ മുട്ട ഞാൻ കുറച്ചങ്ങ് എടുത്ത് വറുത്ത് കേട്ടോ. സാധാരണ നമ്മളിവിടെ പീര വെക്കുന്നത്, നമ്മളിന്ന് വറുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും തിരക്കിലായിരുന്നു, കാരണം വെച്ചാൽ മഴ, വെള്ളപ്പൊക്കം, അതുകൊണ്ട് പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ തന്നെ ഗോപ്ര വെച്ച് ഷൂട്ട് ചെയ്ത കേട്ടോ. അതുകൊണ്ട് ഈ ഗോപ്ര വെല്ല വഴിക്കൊക്കെ പോകുന്നു. പിന്നെ അന്ന് നമുക്കിതും കിട്ടിയായിരുന്നു, പൂത്താലി, മുള്ളൻ, സി ഡി മുള്ളൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളാണ് ആ പേര് എന്നെ പഠിപ്പിച്ചത്, സി ഡി മുള്ളൻ. അപ്പം അതുകൊണ്ട് മുട്ടയുണ്ട്, മത്തിയുടെ മുട്ടയും കൂടെയാണ് നമ്മുടെ ശനിയാഴ്ചത്തെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം തവയിലാണ് മുട്ട വറുത്ത കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ സി ഡി മുള്ളൻ വന്നതോടെ നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ പൊതി കെട്ടുന്ന തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മുരിങ്ങയില തോരനാണ്. പിന്നെ കത്രിക്ക മെഴുക്കുവരട്ടി, പിന്നെ അച്ചാർ, പിന്നെ നമ്മൾ വറുത്ത് വെച്ച മുട്ട കേട്ടോ, മത്തിയുടെ മുട്ട, പിന്നെ നമ്മുടെ മുള്ളൻ, പൂത്താലി, കോട്ടയംകാരുടെ പൂത്താലിയാണ്. അപ്പം അതിൻ്റെ ഇല ഒരു സൈഡിലോട്ടായി. ഇപ്പോൾ ഞാൻ വന്ന ഇലയും കൂടെ തിരിച്ചു വെച്ചു. ചെറിയായിട്ട് കപ്പളങ്ങ എരിശ്ശേരി കേട്ടോ. ഇത്രയാണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികളെന്ന് ഉണ്ടായിരുന്നത്. പൊതികെട്ട ഞാനെന്തത് വോയിസൊക്കെ കട്ട് ചെയ്ത് ഇന്ന് ഞായറാഴ്ചയായിരുന്നു എഡിറ്റ് ചെയ്തത് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്.